Hi students, SLC IT model examile Synfig ഭാഗത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻ നോക്കാം. In order to add an initial title for the video prepared as part of Software Freedom Day, create an animation title in Synfig Studio software as per the instructions given below. Prepare a suitable background. Use the image sfd.png given in images 10 folder in home for Software Freedom Day banner. Create the animation in such a way that the banner zooms in and fills the entire canvas. Run the animation. Save the file in SIFZ format in the exam 10 folder in home with your register number underscore question number as the file name. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യനും കൂടി നോക്കാം. സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ടൈറ്റിൽ ചേർക്കുന്നതിനായി സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ എന്ന ആനിമേഷൻ ടൈറ്റിലിൽ ചുവടെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സിൻഫിഗ് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. അനുയോജ്യമായ പശ്ചാത്തലം തയ്യാറാക്കുക. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ആദ്യം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ സിൻഫിഗ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ സ്ക്വയർ സെലക്ട് ചെയ്യുന്നു. നമുക്ക് വേണ്ട ഒരു കളർ ഒരു ബ്ലൂ കളറാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഫിൽ കളർ എന്നുള്ളതിൽ ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ HSV എന്നുള്ള ഓപ്ഷനാണ് എടുത്തത്. അതിൽ ഈ പറയുന്ന കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഏതാണ്ട് അതുപോലെ ഒരു കളർ സെലക്ട് ചെയ്തു ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ സ്ക്വയർ ജസ്റ്റ് ഈ ഒരു സ്ക്വയർ ഡ്രോ ചെയ്യാം. ഇവിടെ അപ്പം നമ്മൾക്ക് തന്നതുപോലെ ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്നത് ഈ ഒരു പിക്ചർ ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യാനാണ്. യൂസ് ദ ഇമേജ് sfd.png ഗീവൺ ഇൻ ദ ഇമേജസ് 10 ഫോൾഡർ. അപ്പോൾ ആ ഇമേജസ് 10 ഫോൾഡറിൽ നിന്ന് ഇത് നമുക്ക് ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാണ്. അതിനായിട്ട് ഫയലിൽ ഇമ്പോർട്ട് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നു. ഹോമിൽ എക്സാം ഇമേജസ് 10ൽ SFD എന്നുള്ള ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്തു ഇമ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ പിക്ചർ വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ എന്ന വാചകം ക്യാൻവാസിൻ്റെ മധ്യഭാഗത്തുനിന്ന് സൂം ചെയ്ത് ക്യാൻവാസിൻ്റെ മധ്യത്തിൽ വന്ന് നിൽക്കുന്ന രീതിയിലാണ് ആനിമേഷൻ കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ എന്നുള്ള സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിത് ചെറുതാക്കുന്നു. അപ്പോൾ സൈസ് ചെറുതാക്കി വെച്ചു. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള ആനിമേഷൻ മോഡ് ഓൺ ചെയ്യുന്നു. ഇവിടെ നമ്മൾ 120 കൊടുക്കുക. എൻ്റർ പ്രസ് ചെയ്തു. ഇനി നമ്മളിതൊന്ന് വലുതാക്കുക. ഇങ്ങനെ ആക്കി വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓഫ് ചെയ്യുന്നു. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സീക്ക് ടു ബിഗിൻ കൊടുത്തു പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സേവ് ദ ഫയൽ ഇൻ SIFZ ഫോർമാറ്റ് ഇൻ exam 10 ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ. അപ്പോൾ ഇതിനകത്ത് നമ്മളോട് FLV ഫോർമാറ്റ് അല്ല പറഞ്ഞത്, ഇത് സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഹോമിൽ exam 10ൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ 4 കൊടുക്കുന്നു. സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ. Next question. Create an animation of a bird flying to a tree branch using Synfig Studio software. Include the images tree.png, bird.png given in the images 10 folder in home. Save the animation in the exam 10 folder in home with your register number underscore question number as file name. മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. മരക്കൊമ്പിലേക്ക് പറന്നു വരുന്ന പക്ഷിയുടെ ആനിമേഷൻ സിൻഫിഗ് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലുള്ള tree.png, bird.png എന്നീ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുക. തയ്യാറാക്കിയ ആനിമേഷൻ ഹോമിലെ exam 10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ എന്ന പേരിൽ സേവ് ചെയ്യുക. ഒന്ന് ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ സിൻഫിഗ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു ഇമേജാണ്, tree.image. അത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഫയലിൽ ഇമ്പോർട്ട് മെത്തേഡ് യൂസ് ചെയ്യാം. ഇവിടെ ഹോമിൽ ഇമേജസ് 10 ഫോൾഡറിൽ tree.png എന്നുള്ളത് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ പിക്ചർ വന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് bird.png ആണ്. അതിനായിട്ട് ഫയലിൽ ഇമ്പോർട്ടിൽ ബേർഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു ഇമ്പോർട്ട് ചെയ്തു. ഇനി നമ്മൾ ഈ ബേർഡിനെ ഇവിടെ എവിടെയെങ്കിലും ഒരു കോർണറിൽ കൊണ്ടുവെക്കുന്നു. അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കുന്നു. ഇനി നമുക്ക് ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓൺ ചെയ്യാം. ഇവിടെ 120F എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ പ്രസ് ചെയ്തു. ഇനി ഈ ബേർഡിനെ നമുക്ക് ഈ ഒരു ഇവിടേക്ക് കൊണ്ടുവരാം.
അതേപോലെ തന്നെ കുറച്ച് സൈസും വലുതാക്കാം. ഓക്കെ, എൻ്റെ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഒന്ന് സീക്ക് ടു ബിഗിൻ പ്രസ് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതൊന്ന് നമുക്ക് സേവ് ചെയ്യണം. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഹോമിൽ എക്സാം 10ൽ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. _question number 4 എന്ന് കൊടുത്തു. സേവ് കൊടുക്കുന്നു. ഓക്കെ, താങ്ക് യു.